ഇന്ന് ഫോർട്ടെ ഫോക്കസ് സ്കിൽ ഡെവലപ്മെൻറ്റിൽ നമുക്ക് 2 വ്യക്തികളാണുള്ളത്. പ്രധാനമായും ഞങ്ങൾ ഇന്ന് വന്നത് ഒരു ചെറിയ പാട്ട് പരിപാടിയായിട്ടാണ്. പലപ്പോഴും മാപ്പിളപ്പാട്ട് ഒക്കെ പരിശീലിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ പലപ്പോഴും തോന്നുന്നൊരു സംശയമാണ് എങ്ങനെ മാപ്പിളപ്പാട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ട്രയൽ നമ്മൾ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന പാട്ട് ഹംസ നരേക്കാവ്, വളരെ പ്രശസ്തനായ കവിയാണ്. ഹംസ നരേക്കാവിൻ്റെ ഗാസ, നമുക്കറിയാം ഇസ്രായേൽ സൈന്യത്തിൻ്റെ അതിക്രമം ഒരുപാട് കാലങ്ങളായിട്ട് ഗാസയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയാണ്, കുട്ടികളും ഉമ്മമാരും ഒക്കെ അടക്കമുള്ള ആളുകൾ. അപ്പോൾ അവരെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുതിയ ഒരു മാപ്പിളപ്പാട്ടാണ് നമ്മൾ ഇന്ന് പാടുന്നത്. കതിർത്ത ലബന എന്ന് പറയുന്നൊരു മാപ്പിളപ്പാട്ടാണ്. അതിൻ്റെ ഇശൽ വരുന്നത് തിരുപ്പുകളാണ്. നമുക്കറിയാം മാപ്പിളപ്പാട്ട് പാടുന്ന സമയത്ത് ഓരോ മാപ്പിളപ്പാട്ടും എഴുതിയിരിക്കുന്നത് ഓരോ ഇശലിലാണ്. നമ്മളിപ്പോൾ ചില ശാസ്ത്രീയ സംഗീതത്തിലൊക്കെ നമ്മൾ പറയും ഈ രാഗങ്ങൾ എന്നൊക്കെ പറയും. അതുപോലെ മാപ്പിളപ്പാട്ട് രചിച്ചിരിക്കുന്നത് ഓരോ ഇശലിലുമാണ്. അപ്പോൾ തിരുപ്പുകൾ എന്ന ഇശലിൽ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പം അതിൽ പെട്ട ഒരു പാട്ടാണ് നമ്മൾ പാടാൻ പോകുന്നത്. ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ സ്കൂളിലെ 2 കുട്ടികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. നന്നായിട്ട് പാടുന്ന 2 കുട്ടികൾ. ഒന്ന് മിൻഹാജും അജ്ലാനും. ഹായ്. അപ്പോൾ നമ്മൾ തിരുപ്പുകൾ എന്ന് പറഞ്ഞ ഇശലിലാണ് നമ്മൾ പാട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ തിരുപ്പുകൾ എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായ ഇശലിൽ ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട്. ഈ ഹംസ നരേക്കാവിൻ്റെ മറ്റൊരു പാട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതാണ് ഒരു പാട്ട് ആലോചിച്ചെടുക്കാൻ പറ്റുമോ? ഹംസ നരേക്കാവ് ഏതൊരു പാട്ട്? ഒന്ന് പാടി 2 വരി. തങ്കമധുരസമായി തങ്കമധുരസമായി തങ്കമധുരസമുദിയാൽ തനനന തനന. അത് ഹംസ നരേക്കാവിൻ്റെ ഒരു പാട്ടാണ്. അതുപോലെ വേറെ ഒരുപാട് പാട്ടുകളുണ്ട്. ഈ പാട്ട് വളരെ പ്രശസ്തമായ ഒരു പാട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും 2 വരി പാടിയിട്ട് നമുക്കതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കതിർതൊല്ലബന്ന തകതിമി കിളി വിളി കിളി ഒളി റസൂലുള്ള ബിദറൊളി വിളി ബദനുമെ ബഹുമതി ചമെ തങ്കറലിയല്ല. കതിർതൊല്ലബന്ന തകതിമി കിളി വിളി കിളി ഒളി റസൂലുള്ള ബിദറൊളി വിളി ബദനുമെ ബഹുമതി ചമെ തങ്കറലിയല്ല. ഇത് ഞാനിപ്പോൾ പാടിയത് ഒരു പിച്ചിലാണ്. കതിർതൊല്ലബന്ന തകതിമി കിളി വിളി കിളി ഒളി റസൂലുള്ള. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയൊരു ക്രാക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള പിച്ച്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പിച്ച് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം സപ്തസ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ പിച്ച് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പിച്ച് നമ്മൾ ശരിയാക്കുക, അതായത് ശ്രുതി. ഈ പാട്ട് തന്നെ കതിർതൊല്ലബന്ന തകതിമി കിളി വിളി കിളി ഒളി റസൂലുള്ള ബിദറൊളി വിളി ബദനുമെ ബഹുമതി ചമെ തങ്കറലിയല്ല. അത് ഒരു പിച്ച്. അപ്പോൾ അതിൽ നമുക്ക് കംഫർട്ടബിൾ. അപ്പോൾ നമുക്ക് ഏത് പിച്ചിലാണോ നമ്മൾ ശബ്ദം ക്രാക്കാവാതെ നമ്മൾ കറക്റ്റ് നമുക്കൊരു പാട്ട് 5 മിനിറ്റ് 6 മിനിറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു 5 മിനിറ്റിൻ്റെ ഇടയിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു സ്ട്രഗിളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഈവൻ ശബ്ദത്തിൽ ചില ആൾ ക്രാക്ക് പോകും, ചിലരെന്ത് ചെയ്യും ശ്വാസം കിട്ടാണ്ട് റസൂലുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇതിലേക്ക് മാറും. അങ്ങനെ അല്ലാതെ ഏറ്റവും കംഫർട്ടബിളായിട്ട് ഒരു 5 മിനിറ്റ് പാട്ട് എങ്ങനെയാണോ നമുക്ക് പാടാൻ പറ്റുന്നത് അതാണ് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരാളുടെ ശ്രുതി അല്ലെങ്കിൽ പിച്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പാട്ട് ഇപ്പം ഞാൻ അങ്ങോട്ട് ഒരു പിച്ചും ശ്രുതിയൊന്നും നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചോ. അജ്ലാൻ ഇപ്പം നമ്മൾ ഓൾറെഡി കുറേ തവണ ഈ പാട്ട് പാടിയിട്ടുണ്ട്. നമ്മളിപ്പം പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അജ്ലാൻ 2 വരി പാടി. അജ്ലാൻ്റെ പിച്ച് നമുക്ക് നോക്കാം. കതിർതൊല്ലബന്ന തകതിമി കിളി വിളി കിളി ഒളി റസൂലുള്ള ബിദറൊളി വിളി ബദനുമെ ബഹുമതി ചമെ തങ്കറലിയല്ല. മിതമെ തനുമെ ഇതുമെ നിതമെ കരമെ ബരമെ സഫിയുള്ള ചതുർവിധം ഹരബൊളി തലമിലും ഹാല് മനസ്സിലും തക തക വിണ്ട് കണ്ട് കൊണ്ട് വിണ്ട് മഹിന്ദരെ കണ്ട് ശിരസിലും പക പക അലകളെ അലകാസ കിഫിലുമെ നോക്ക് കൈസ ആദരന സുമലൈസ ആദമില്ലഹ്വാലീസ. ഓക്കെ. അപ്പോൾ അജ്ലാൻ്റെ പിച്ച് അജ്ലാൻ മോശമല്ലാത്ത രീതിയിൽ അജ്ലാനത് കിട്ടുന്നുണ്ട്. ഓക്കെ. ഇനി മിൻഹാജിൻ്റെ നമുക്ക് നോക്കാം. കതിർതൊല്ലബന്ന തകതിമി കിളി വിളി കിളി ഒളി റസൂലുള്ള
ಬಿದರೊಳಿ ಬಿಳಿ ಬದನುಮೆ ಬಹುಮದಿ ಚಮೈ ತಂಗರಲಿಯಲ್ಲ ಬಿದಮೆ ತನುಮೆ ಇದುಮೆ ನಿದಮೆ ಕರಮಿಲ್ ಬರಮೆ ಸೊಫಿಯಲ್ಲ ചതുർവിധം ഹറബൊലി തലമേലും ഹല് മനസ്സിലും തക തക ബിണ്ട് കണ്ട് കൊണ്ട് ബിണ്ട് മഹിന്ദരെ കണ്ട് ശിരസിലും പക പക അലയൊളി അലിഗാസ തിഫിലുമെ നോക്ക് കൈസ അതരന സുമനൈസ ആദമില്ലഖ്വാലൈസ. ഓക്കെ, മിൻഹാജിനും ഏറെക്കുറെ പിച്ച് ഓക്കെയാണ്. പക്ഷേ മിൻഹാജിൻ്റെ പാട്ടിൽ കുറച്ച് ഇമ്പം, നമ്മളെപ്പോഴും പറയുന്ന പാട്ടിലൊരു ഇമ്പം കൂട്ടുക എന്ന് പറയും. ഇപ്പം ഞാനൊന്ന് 1-2 എക്സാമ്പിൾ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പല്ലവി ഒന്നുകൂടി പാടി നോക്കാം കേട്ടോ. കതിർ തൊല്ലബന്ന തകതിമി കെളി വിളി കെളി ഒളി റസൂലുള്ള ബിദറൊളി വിളി ബദനുമെ ബഹുമതി ചമൈ തങ്കറലിയല്ല. അവിടെയാണ് ബദനുമെ ഒരു ചെറിയൊരു സാധനം ഇട്ടു. കതിർ തൊല്ലബന്ന തകതിമി കെളി വിളി കെളി ഒളി റസൂലുള്ള ബിദറൊളി വിളി ബദനുമെ ബഹുമതി ചമൈ തങ്കറലിയല്ല തങ്കറലിയല്ല. 2 സാധനം ഇട്ടു. ബിദമെ തനുമെ ഇതുമെ നിദമെ കരമിൽ ബരമെ സഫിയല്ല തനന ബിദമെ തനുമെ ഇതുമെ നിദമെ കരമിൽ ബരമെ സഫിയല്ല ചതുർവിധം ഹറബൊളി തലമിലും ഹാല് മനസ്സിലും തക തക. നമുക്കിനി 3 ഒരുമിച്ച് പാടി വെക്കാം. 1 2 3 4 കതിർ തൊല്ലബന തകതിമി കെളി വിളി കെളി ഒളി റസൂലുള്ള ബിദറൊളി വിളി ബദനുമെ ബഹുമതി ചമൈ തങ്കറലിയല്ല ബിദമെ തനുമെ ഇതുമെ നിദമെ കരമിൽ ബരമെ സഫിയല്ല ചതുർവിധം ഹറബൊളി തലമിലും ഹാല് മനസ്സിലും തക തക ബിണ്ട് കണ്ട് കൊണ്ട് ബിണ്ട് മഹിന്ദരെ കണ്ട് ശിരസിലും പക പക അലയൊളി അലിഗാസ തിഫിലുമെ നോക്ക് കൈസ ആദരന സുമനൈസ ആദമിൽ അഖ്വാലൈസ ആദരന സുമനൈസ ആദരന സുമനൈസ ആദമിൽ അഖ്വാലൈസ. മാപ്പിളപ്പാട്ടിൽ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ശാസ്ത്രീയ സംഗീതം മറ്റ് കവിതകളും അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങളൊക്കെ നമ്മൾ പറയുക പല്ലവി അനുപല്ലവി അങ്ങനെയാണ് പറയുക, ചരണം അനുചരണം. മാപ്പിളപ്പാട്ടിൽ നമ്മൾ മൊഴികൾ എന്നാണ് പറയുക. 1 മൊഴി 2 മൊഴി 3 മൊഴി 4 മൊഴി 5 മൊഴി. നമ്മൾ മത്സരങ്ങൾക്കൊക്കെ മാപ്പിളപ്പാട്ട് പാടുന്ന സമയത്ത് മിനിമം ഒരു 5 മൊഴിയെങ്കിലും നമ്മൾ പാടിയിരിക്കണം എന്നാണ്. പക്ഷെ 4 മൊഴി പാടിയാലും കുഴപ്പമില്ല. ചില മാപ്പിളപ്പാട്ടിൻ്റെ മൊഴികൾക്ക് കുറച്ച് നീളമുള്ള മൊഴികളുണ്ടാവും. ഇങ്ങനെ 4 മൊഴികൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരടിയാവും. മനസ്സിലായില്ലേ? ഈ മാപ്പിളപ്പാട്ട് ശരിക്കും ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് അറബി മലയാളത്തിൽ രചിക്കപ്പെട്ട മാപ്പിളപ്പാട്ട് ആയതുകൊണ്ട് ഒരുപാടുണ്ടാവും. നമ്മളിങ്ങനെ ബുക്കിൽ നോക്കുന്ന സമയത്ത് കുറേ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ പറയും സാധാരണ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സപ്പാട്ടിൽ നിന്നും ഏതാനും ചില വരികൾ നമ്മൾ പറയാം. അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ഉണ്ടാവും, ലെങ്ത് നല്ലോണം ഉണ്ടാകും. കാരണം ഇസ്ലാമിൻ്റെ ചരിത്രമാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹിജ്റ പറയുകയാണെങ്കിൽ അത് ഒരുപാടുണ്ടാവും. ഒരു പുസ്തകം തന്നെ ഉണ്ടാവും. ഇത്ര ഹിജ്റ തന്നെ ഒരു ഏകദേശം ഇത്ര കട്ടിയോളം പുസ്തകം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാപ്പിളപ്പാട്ടിൽ പിന്നെ പല്ലവി അനുപല്ലവി എന്ന് പറയാത്തതും കൂടാതെ ഇതിങ്ങനെ കുറേ അധികം വരികൾ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിന് നമ്മൾ പറയുക മൊഴികൾ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2ാമത്തെ മൊഴി നമുക്ക് ഈ പാട്ടിൻ്റെ ഖദിർ തൊല്ലബന ഈ പാട്ടിൻ്റെ 2ാമത്തെ മൊഴി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പാട്ട് പ്രധാനമായിട്ടും നമ്മൾ പാടുന്നതിൽ കുറേ കാര്യങ്ങൾ മാപ്പിളപ്പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകാനാണ് നമ്മൾ ഈ ഒരു സെഷൻ എടുക്കുന്നത് കേട്ടോ. ഊക്കിനൽ ഹക്ക് വമ്പര് നോക്കിനോർ ഷക്ക്. അപ്പം ഇതിൻ്റെ വ്യക്തിഗത ഈ പാട്ട് നമ്മൾ നേരത്തെ പാടുക. ഖദിർ ത്വല്ലബന തഗദിമി കെളി വിളി കെളി ഒളി റസൂലുള്ള 1 1 1 1 ഊക്കിനൽ ഹക്ക് വമ്പര് നോക്കിനോർ ഷക്ക്. അപ്പം എന്തായിട്ട് താളം 1 2 3 1 2 3 1 2 3 മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ഈ താളത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആദ്യത്തെ മൊഴി അതിൻ്റെ അവസാനവും 2ാമത്തെ മൊഴീൻ്റെ ആദ്യത്തെ മൊഴീൻ്റെയും ആ ഒരു അവസാനത്തിൽ നമ്മൾ കുറച്ചൊന്ന് താഴേക്ക് ഇറക്കുക. ഫോർ എക്സാമ്പിൾ അതെ ആദരന സുമനൈസ ആദമിൽ അഖ്വാലൈസ 1 2 3 1 2 3 അങ്ങനെയാണ് തുടങ്ങുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ പല്ലവിക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ ഈ ഒരു റിസ്ക് ഒഴിവാക്കാം.
ഊക്കിനാൽ ഹക്ക് വമ്പര് നോക്കിനോർഷക്ക് ആക്കവും കാക്ക് നോക്കി നിക്ക് ഓർപ്പാക്ക. അങ്ങനെയാണ് അതിൻ്റെ അനുപല്ലവി, ഐ മീൻ രണ്ടാമത്തെ മൊഴി വരിക. തകജടു ദിമി ദിമി തതിങ്കിണ തകതിമി തത്വര തത്വമികന്തൊരു പ്രകൃതം ക്രൂരതയാൽ വികൃതം ഗാസവിതുമ്പിടുമേ സുഹൃതം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട, അപ്പോൾ ഞാനിത് അതിൻ്റെ ഫീലെടുത്ത് പാടിയിട്ടില്ല. ക്രൂരതയാൽ വികൃതം ക്രൂരതയാൽ വികൃതം ഗാസവിതുമ്പിടുമേ സുഹൃതം. ഇതിൽ ഫീൽ കൊടുത്ത് നമ്മൾ ഓരോ മാപ്പിളപ്പാട്ട് ഏത് പാട്ടും പാടുമ്പോഴും അവിടെ നമുക്ക് ഫീല് വരുന്നത്, അതായത് ലയം വരുന്നത് നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകുമ്പോഴാണ്. അപ്പോൾ ഈ പാട്ടിൽ പറയുന്നത് ഇവിടെയുള്ള ഗാസയിലെ കൊച്ചുകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും ബോംബ് സ്ഫോടനങ്ങളിൽ വീടുകളും മറ്റൊക്കെ നശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടാണ്. നമ്മുടെ മാപ്പിളപ്പാട്ടിൽ ഏത് പാട്ട് എടുക്കുകയാണെങ്കിലും നമുക്കതിൽ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ഇപ്പോൾ നമ്മൾ സുഹ്റബത്തുൽ, നിങ്ങൾ വളരെ അറിയുന്ന പാട്ടാണ്. സുഹ്റബത്തുൽ ജാക്കിയ റാലിയ ഷജറുകൾ തരമാൽ സലാം വിണ്ട്. ആ പാട്ടെടുക്കുമ്പോൾ അത് എന്തിനെ കുറിച്ചുള്ള പാട്ടാ? അത് ആരെക്കുറിച്ചുള്ള പാട്ടാ? നബിയുടെ മകളെ കുറിച്ചാണ്. സുഹ്റബത്തുൽ എന്നാണ് ഖുർആനിൽ വിശേഷിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് ആ ചരിത്രം എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് പ്രവാചകൻ്റെ മകളെക്കുറിച്ചാണ് പാടുന്നതെന്ന്. അപ്പം അതിൽ നമ്മൾ ഓരോ വരിയും, ഇപ്പം സുഹ്റബത്തുൽ നമ്മൾ പോകുന്നില്ല, കാരണം നമ്മളിപ്പം ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. സുഹ്റബത്തുൽ എടുക്കുന്ന സമയത്ത് ഒരുപാട് അർത്ഥതലങ്ങൾ വരുന്നൊരു പാട്ടാണ്. പലപ്പോഴും കുട്ടികൾ പാടുന്നത് അർത്ഥം അറിയാതാണ് പാടുന്നത്. ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട വേണ്ട ഒരു ഫീലാണ്, അതായത് വളരെ സെൻറ്റിമെൻ്റലായിട്ട് പാടുന്ന ഒരു പാട്ടാണ്. പക്ഷേ അതിൻ്റേതായ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ചടുലത എന്ന് പറയും നമ്മൾ, അത് ഇതിലുണ്ടാവും. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പാടണം കേട്ടോ. ഊക്കിനാൽ ഹക്ക് വമ്പര് നോക്കിനോർഷക്ക് ആക്കവും കാക്ക് നോക്കി നിക്ക് ഓർപ്പാക്ക. തകജടു ദിമി ദിമി തതിങ്കിണ തകതിമി താത്വര തത്വമികന്തൊരു പ്രകൃതം ക്രൂരതയാൽ വികൃതം ഗാസവിതുമ്പിടുമേ സുഹൃതം. അങ്ങനെയാണ് വരിക. ഒന്ന് പാടി. ഊക്കിനാൽ ഹക്ക് വമ്പര് നോക്കിനോർഷക്ക് ആക്കവും കാക്ക് നോക്കി നിക്കോർപ്പക്ക. തകജടു തിമി തിമി തതിങ്കിണ തകതിമി താത്വര തത്വമികന്തൊരു പ്രകൃതം ക്രൂരതയാൽ വികൃതം ഗാസവിതുമ്പിടുമേ സുഹൃതം. തമ്പൊരു സംഗീതം കണ്ടു പിടിപ്പെടു അമ്പരം എങ്കിടുമേ അമൃതം ഗാസവിശേഷണമേ തിമൃതം ഗാസവിശേഷണമേ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മളിപ്പോൾ അങ്ങനെ പാടി. ഇതിൽ തകജടു ദിമി ദിമി തതിങ്കിണ തകതിമി താത്വര തത്വമികന്തൊരു പ്രകൃതം ക്രൂരതയാൽ വികൃതം ഗാസവിതുമ്പിടുമേ സുഹൃതം. തമ്പുരു സംഗീതം കണ്ടു പിടിപ്പെടു അമ്പരം എമ്പിടുമേ അമൃതം ഗാസവിശേഷണമേ തിമൃതം ഗാസവിശേഷണമേ. ഒന്നുകൂടി പാടിയേ. ൂക്കിനാൽ ഹക്ക് വമ്പര് നോക്കിനോർഷക്ക് ആക്കവും കാക്ക് നോക്കി നിക്കോർപ്പാക്ക. തകജടു ദിമി ദിമി തതിങ്കിണ തകതിമി താത്വര തത്വമികന്തൊരു പ്രകൃതം ക്രൂരതയാൽ വികൃതം ഗാസവിതുമ്പിടുമേ സുഹൃതം. തമ്പുരു സംഗീതം കണ്ടു പിടിപ്പെടു അമ്പരം എമ്പിടുമേ അമൃതം ഗാസവിശേഷണമേ തിമൃതം ഗാസവിശേഷണമേ. 1 2 3 1 2 3 കതിർ തൊല്ലബന തകതിമി കെളി വിളി കെളി ഒളി റസൂലുള്ള ബിദറുളി വിളി ബദനുമെ ബഹുമതി ചമെ തങ്കറലിയല്ല ബിദമെ തനുമെ ഇതുമെ നിദമെ കരമിൽ ബരമെ സഫിയല്ല ചതുർവിധം ഹറബോളി തലമിലും ഹാല് മനസ്സിലും തക തക ബിണ്ട് കണ്ട് കൊണ്ട് ബിണ്ട് മഹിന്ദരെ കണ്ട് ശിരസിലും പക പക അലയൊളി അലിഗാസ തിഫിലുമെ നോക്ക് കൈസ ആദരന സുമനൈസ ആദമില്ലഹ്വാലൈസ ആദമില്ലഹ്വാലൈസ. കേട്ടോ, അങ്ങനെ മണിച്ച് പാടുക. അപ്പം അതിൽ നമ്മളൊരു മൂന്നാമത്തെ മൊഴി, ഇവിടെ പ്രത്യേക ചില പാട്ടുകൾ ഈ മാപ്പിളപ്പാട്ടിൻ്റെ പ്രാസ നിയമങ്ങൾ എന്ന് പറയും, കുറേ പഠിക്കാനുണ്ട്. വാൽക്കമ്പി വാൽമേ കമ്പി കമ്പി എന്ന് പറഞ്ഞാൽ കുറേ പ്രാസ നിയമങ്ങളുണ്ട് ഒരു പാട്ട് എഴുതുന്ന സമയത്ത്. അത് ഒരുപാട് ക്ലാസ് എടുക്കേണ്ട വിഷയമാണ്, നമ്മളിപ്പം പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും പല അക്ഷരങ്ങളും, ഫോർ എക്സാമ്പിൾ ഇവിടെ തകജടു ദിമി ദിമി തതിങ്കിണ തകതിമി താത്വര തത്വമികന്തൊരു പ്രകൃതം, താത്വര തത്താ വെച്ചാണ് കളി.
താ കൊണ്ടുള്ള ഒരുപാട് അക്ഷരങ്ങൾ വരുന്നുണ്ട്. അതേപോലെ പിന്നെ ബിണ്ട് കണ്ട് കൊണ്ട് ബിണ്ട് മഹിന്ദരെ കണ്ട് ശിരസിലും പക പക, അതെന്താണ്? ഉണ്ടാ. ബിണ്ട് കണ്ട് കൊണ്ട് ബിണ്ട് മഹിന്ദരെ കണ്ട് ശിരസിലും പക പക, ഉണ്ടാ കൊണ്ടാണ്. പിന്നെ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്തും ഓരോ അക്ഷരങ്ങൾ. ഇവിടെ ഇനി മൂന്നാമത്തെ മൊഴി വരുന്നത് ഷാ വെച്ചാണ് കേട്ടോ. അതും ഞാനീ പറഞ്ഞ പോലെ ഗാസയിലെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വരികളാണ് മുഴുവൻ വരുന്നത്. നമുക്ക് കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. നാശവും വിനാശവും അതിശയം കശപിശ, ശേഷമേ അവശേഷിച്ച് വിശേഷമേ അതിശയം. കണ്ട മുഴുവൻ ഷാ. ഒന്ന് പാടി വെക്കുക. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നാശവും വിനാശവും നാശവും വിനാശവും അതിശയം കശപിശ, ചെറിയൊരു കശപിശ. അതാട്ടോ. റെഡി 1 2 3. നാശവും വിനാശവും അതിശയം കശപിശ, ശേഷമേ അവശേഷിച്ച് വിശേഷമേ അതിശയം. പാട് ബാക്കി. അരിശമുത്ത് വേശിദേശം ശൈശവ കുശൽ വിളി, പിരിശമോ നാശം വിതച്ച അരീശനം ഉയർത്തി. വെയിറ്റ്, ഞാൻ പാടിത്തരാം, പാടിക്കട്ടോ. നാശവും വിനാശവും അതിശയം കശപിശ, ശേഷമേ അവശേഷിച്ച് വിശേഷമേ അതിശയം. അരിശമൂത്ത് വീശിദേശം ശൈശവക്കുശൽ വിളി, പിരിശമോ നാശം വിതച്ച് അരിശനം ഉയർത്തി. ഡയറി വേണോ? മിൻഹാജിൻ ഡയറി വേണോ? ഒന്ന് രണ്ടാൾ ഡയറി നോക്കി ഒന്ന് പാടി. 1 2 3 4. നാശവും വിനാശവും അതിശയം കശപിശ, ശേഷമേ അവശേഷിച്ച് വിശേഷമേ അതിശയം. അരിശമുത്ത് വീശിദേശം ശൈശവക്കുശൽ വിളി, പിരിശമോ നാശം വിതച്ച് അരിശനം ഉയർത്തി. അലബ് ഇളകി അളവ് അളവില് നലറ് കള കള ചൂളവും, പെരുത്തിട്ട അഹങ്കാരം ബിലത്തൽ കലികളും, വിധമേ കഥ ചതി പൈതലും, വിധമേ കഥ ചതി പൈതലും. ഇളകിയുള്ളരി അലബ് അയിന്, ഇളകിയുള്ളരി അലബ് അളവിൽ നളറ് കള കള ചൂളവും. ഇതിൽ 1-2 കാര്യങ്ങൾ. ഇളകിയുള്ളരി അലബ് അളവിൽ നളറ് കള കള, 2 കള ഉണ്ടോ? രണ്ടും വേറെ വേറെയാണ്. ഇളകിയുള്ളരി അലബ് അളവിൽ നളറ് കള കള ചൂളവും, പെരുത്തിട്ട അഹങ്കാരം ബിലത്താൽ കലികളും, വിധമേ കഥ ചതി പൈതലും, വിധമേ കഥ ചതി പൈതലും. ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ കെട്ടിടങ്ങളും അതൊക്കെ വീഴുന്ന സമയത്ത് ചെറിയ 6 മാസം 3 മാസം 2 മാസം പ്രായമുള്ള കൊച്ചു കുട്ടികളുടെ മേലേക്ക്, അതായത് അവരുടെ ശരീരത്തിലേക്കും ഈ ബിൽഡിങ്ങുകളും മറ്റും വീഴുകയും വെടിയുണ്ടകൾ അവർ അതേപോലെ തന്നെ റോക്കറ്റ് പോലുള്ള സാധനങ്ങൾ നിക്ഷേപിക്കുന്ന സമയത്ത് ഇതൊന്നായിട്ട് ഈ കുട്ടികളുടെ മേൽ വീഴുന്നത്. ഇവർ പെടഞ്ഞ് കരയാണ്. ഈ കുട്ടികൾ ഒന്ന് കരയാൻ പോലും പറ്റാത്ത അത്രയും ടൈമിങ്ങിൽ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇളകിയുള്ളരി അലബ് അളവിൽ നളറ് കള കള ചൂളവും, പെരുത്തിട്ട അഹങ്കാരം ബിലത്തൽ കലികളും, വിധമേ കഥ ചതി പൈതലും. എന്തിനാണ് ഈ പൈതങ്ങളോട് ഇത്ര ചതി ചെയ്യുന്നത് എന്നൊരു സാധനം കൂടി ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിൽ ഇപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, അരിശമുത്ത് വീശിദേശം വീശിദേശം ശൈശവക്കുശൽ വിളി, പിരിശമോ നാശം വിതച്ച് അരിശനം ഉയർത്തി. ഇതാണ് നമ്മളെ 3ാമത്തെ മൊഴി കേട്ടോ. നമ്മൾ 4ാമത്തെ മൊഴിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലായാണ്. നേരത്തെ നമ്മൾ ഷാ പറഞ്ഞു, ഇനി ലാ. തള്ളിയുള്ളം പൊള്ളി കൊള്ള പൊള്ളി ഉള്ളിൽ ബിള്ളല്, തങ്കമങ്കയും ലംഘിനാളുകൾ തേങ്ങി മങ്ങിയ വിങ്ങല്. അവിടെ എത്തുന്ന സമയത്ത് ങ ഗ അങ്ങനത്തെ അക്ഷരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ അക്ഷരങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ഉച്ചരിക്കണം. എന്നാൽ മാത്രമേ മാപ്പിളപ്പാട്ടിൻ്റെ തനതായിട്ടുള്ള ഒരു ആലാപനം കിട്ടുള്ളൂ കേട്ടോ.
തള്ളിയുള്ളം പൊള്ളി കൊള്ള പൊള്ളി ഉള്ളിൽ ബീളല് തങ്കമങ്കയും ലങ്കിനാളുകൾ തേങ്ങി മങ്ങിയ വിങ്കല് ഉമ്മമാരിൽ അങ്ങിലാവില് ഉള്ള നാൽവിധ ചങ്ങല പിഞ്ചു പൈതം കെഞ്ചി പെങ്ങളും സഞ്ചരിക്കും തേങ്ങല് ഉടലും കുടിലും ഇടിപ്പൊടി പിടിത്തിടുക്കമൊടുക്കലും തവക്കലായി അതന് ബിതമെ സുറൂറ് ഒരു ദുരു കൊടിയ വഞ്ചനമോക്കതായി കൊടിയ വഞ്ചനമോക്കതായി. അപ്പോൾ ഇതിൽ നമ്മൾ മാപ്പിളപ്പാട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പാട്ട് എഴുതുമ്പോൾ സംഭവിക്കുന്നത് ആ കുട്ടി എങ്ങനെയാണോ പാടിയത് അതുപോലെ നമുക്ക് പാടാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഞാൻ പാടിയത് നിങ്ങൾ പാടിയതിലൊക്കെ നമുക്ക് ചിലപ്പം ലൈവായിട്ട് പാടുന്ന സമയത്ത് പിച്ച് മിസ്സിങ് വരും. അപ്പോൾ നമ്മൾ നമ്മുടേതായ പിച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് കുറേ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് വരുത്താൻ പറ്റും. നമ്മളിപ്പോൾ നാശവും വിനാശവും തുടങ്ങിയിട്ട് കൊടിയ വഞ്ചന മോക്കതായി കേട്ടോ. ഇതിലേക്ക് കതിർത്തോലവനെ പഠിച്ച കഥ ചതി പൈതലും അത് കഴിഞ്ഞ് തള്ളിയുള്ളും അത് രണ്ടും ഒരുമിച്ച് നിങ്ങൾ പാടണം കേട്ടോ. നമുക്ക് പാടുന്ന കുറച്ചുകൂടി ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ഞാൻ പാടുന്ന മാത്രമായിരിക്കും. ഒന്ന് പിടിച്ചോ, ഞാൻ പറഞ്ഞിട്ട് പാടാം കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നാശവും വിനാശവും മുതൽ കേട്ടോ. നാശവും വിനാശവും മുതൽ ഒരു 2 മൊഴി നിങ്ങൾ തുടർച്ചയായിട്ടൊന്ന് പാടുക കേട്ടോ. റെഡി? 1 2 3 4. നാശവും വിനാശവും അതിശയം കശപിശ ശേഷമേ അവശേഷിച്ച് വിശേഷമേ അതിശയം അരിശമുത്ത് വീശിദേശം ശൈശവർക്കുശൽ വിളി പിരിശമോ നാശം വിതച്ച് കരീശം ഉയർത്തിയേ ഇലകി ഉളരി ഒലവ് അളവിൽ നളറ് കള ചൂളവും പെരുത്തിട്ട അഹങ്കാരം ബിലത്താൽ കലികളും വിധമേ കഥ ചതി പൈതലും വിധമേ കഥ ചതി പൈതലും ഇലകി ഉളരി ഒലവ് അളവിൽ നളറ് കള ചൂളവും പെരുത്തിട്ട അഹങ്കാരം ബിലത്താൽ കലികളും വിധമേ കഥ ചതി പൈതലും വിധമേ കഥ ചതി പൈതലും തള്ളിയുള്ളം പൊള്ളുകൊള്ള പൊള്ളിയുള്ളില് ബിള്ളല് തങ്കമങ്കയും ലങ്കിലാളുകൾ തേങ്ങി മങ്ങിയ വിങ്കല് അമ്മമാരില് അങ്ങിരാവിലെ മുള്ള നാൽവിധ ചങ്ങല പിഞ്ചു പൈതം കെഞ്ചി പെങ്ങളും സഞ്ചരിക്കും തേങ്ങല് ഉടലും കുടിലും ഇടിപൊടി പിടിത്തിടുക്കമുടുക്കലും തവക്കലായി അതന് ബിതമെ സുറൂറ് ഒരു ദുര കൊടിയ വഞ്ചന മോക്കതായി കൊടിയ വഞ്ചന മോക്കതായി. ഉടലും കുടിലും ഇടിപൊടി പിടിത്തിടുക്കമൊടുക്കലും തവക്കലായി അതന് ബിതമെ സുറൂറ് ഒരു ദുര കൊടിയ വഞ്ചന മോക്കതായി കൊടിയ വഞ്ചന മോക്കതായി. 2 3 4. കതിർതൊല്ലബന തകതിമി കിളി വിളി കിളി ഒളി റസൂലുള്ള ബിദറൊളി വിളി ബദനുമെ ബഹുമതി ചമെ തങ്കറലിയല്ല വിധമെ തനുമെ ഇതുമെ നിതമെ കരമിൽ ബരമെ സഫിയല്ല ചതുർവിധം ഹറബോളി തലമിലും ഹാലി മനസ്സിലും തക തക ബിണ്ട് കണ്ട് കൊണ്ട് ബിണ്ട് മഹിന്ദരെ കണ്ട് ശിരസിലും പക പക അലയൊളി അലിഗാസ തിഫിലുമെ നോക്ക് കൈസ ആദരന സുമനൈസ ആദമില്ലഹ്വാലൈസ കതിർതൊല്ലബന തകതിമി കിളി വിളി കിളി ഒളി റസൂലുള്ള ബിദറൊളി വിളി ബദനുമെ ബഹുമതി ചമെ തങ്കറലിയല്ല. ഇനി ഏതാ നമ്മുടെ ഓക്കെ ഊക്കിനാൽ ഹക്ക് നമുക്കൊന്ന് പാടി നോക്കട്ടെ. ഒരു മൊഴിയും കൂടെ ഒരുമിച്ച് പാടാം. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് മൊഴി കാത്ത് കാത്തതിൻ്റെ ദൗത്യം മുത്ത് നബിക്ക് ഇഷ്ടമായി. നമുക്ക് പിന്നെ പഠിക്കാം കേട്ടോ.
1 2 3 4 ഊക്കിനാൽ ഹക്ക് വമ്പര് നോക്കിനോ ഷക്ക് ആക്കവും കാക്ക് നോക്കി നിൽക്കുവോർ പക്ക തകജടു ദിമി ദിമി തതിങ്ങിണ തകതിമി താത്തൊര തത്വമി ഗന്ധൊരു പ്രകൃതം ക്രൂരതയാൽ വികൃതം ഗാസവിതുമ്പിടുമേ സുഹൃതം തമ്പുരു സംഗീതം കണ്ടുപിടിപ്പെടു അമ്പരം ബിംബിടുമേ അമൃതം ഗാസവിശേഷണമേ തിമൃതം ഗാസവിശേഷണമേ നാശവും വിനാശവും അതിശയം കശപിശ ശേഷമേ അവശേഷിച്ച് വിശേഷമേ അതിശയം അരീശമൂത്ത് വീശിദേശം ശൈശവ കുശൽ വിളി പിരിശമോ നാശം വിതച്ച് ഹരീശനം അവിടെ പിരിശമോ നാശം വിതച്ച് ഹരിശനം ഉയർത്തി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പാടട്ടോ 1 2 3 4 നാശവും വിനാശവും അതിശയം കശപിശ ശേഷമേ അവശേഷിച്ച് വിശേഷമേ അതിശയം ഹരിശമുത്ത് വീശിദേശം ശൈശവ കുശൽ വിളി പിരിശമോ നാശം വിതച്ച് ഹരിശനം ഉയർത്തി ഇളകി ഉളരി അളവ് അളവിൽ അവിടെ ഒന്ന് ഫീൽ ചെയ്ത് പാട് ഇളകി ഉളരി അളവ് അളവിൽ അളറ് കള കള ചൂളവും പെരുത്തിട്ട അഹങ്കാരം വിലത്തൽ കലികളും വിധമെ കഥ ചതി പൈതലും വിധമെ കഥ ചതി പൈതലും 3 2 1 ഇളകി ഉളരി വളവ് അളവിൽ നലറി കള കള ചൂളവും പെരുത്തിട്ട അഹങ്കാരം വിലത്ത കലികളും വിധമെ കഥ ചതി പൈതലും വിധമെ കഥ ചതി പൈതലും. ഒരു മാപ്പിളപ്പാട്ട് എടുക്കുന്ന സമയത്ത് ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് ഇപ്പോൾ നമുക്ക് ഇസ്ലാമിക ഗാനമുണ്ട്, മദ്ഹ് ഗാനങ്ങളുണ്ട്, ഖവാലി ഉണ്ട്, വെറുതെ കുറേ സാധനങ്ങളുണ്ട്. ഇതിൽ മാപ്പിളപ്പാട്ടിനെ വ്യത്യസ്തമാക്കുന്നത് മാപ്പിളപ്പാട്ടിൻ്റെ അറബി മലയാളത്തിലെ രചനയാണ്. നമ്മളിപ്പോൾ ഈ പാട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറബി മലയാളത്തിലുണ്ടാവുക, നമ്മൾ ഖുർആൻ്റെ ഒക്കെ എഴുത്തുപോലെ ഉണ്ടാവുക. നമുക്കത് പെട്ടെന്ന് അറിയാത്ത ആൾക്കാർക്ക് വായിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല പല ഭാഷകൾ, സങ്കര ഇനം ഭാഷകളാണുള്ളത്, അറബി വാക്കുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ നമ്മളൊരു മാപ്പിളപ്പാട്ട് പാടുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരക്ഷരം പോലും തെറ്റാതെ പാട്ട് പഠിക്കുക എന്നുള്ളതാണ്, തനതായിട്ടുള്ള വരികൾ. രണ്ടാമത്തെ കാര്യം പാട്ടിൻ്റെ അർത്ഥം എന്താണെന്നറിയണം. ഈ പാട്ട് തന്നെ ചിലർ അർത്ഥം അറിയാതെ വെറുതെ കടന്ന് സ്റ്റേജിൽ ഇങ്ങനെ ചിരിച്ചും ഇതൊക്കെ പാടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീല് നഷ്ടപ്പെട്ടു പോകും. കാരണം ഇത് വളരെ വിഷമമുള്ള സാഹചര്യത്തിൽ പാടുന്ന പാട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മളൊരു പാട്ടിൻ്റെ അർത്ഥം മനസ്സിലാക്കി പാടുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം പാട്ടിൻ്റെ സംഗതികൾ. ഇതിൽ കുറേ സാധനം ഉണ്ടല്ലോ, സംഗതികൾ കൃത്യമായിട്ട്, അത് മാപ്പിളപ്പാട്ടിൽ വൈബ്രേഷൻസ്, ചില സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ, അത് കൃത്യമാക്കുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അറബി അക്ഷരങ്ങളുടെ ഉച്ചാരണം വളരെ കൃത്യമായിട്ട് ഉച്ചരിക്കുക. ഹക്ക്, മുഹമ്മദ് വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, അത് കേൾക്കുന്ന രീതിയിൽ ഉച്ചരിക്കണം പാട്ട് പാടുന്നു. അഞ്ചാമത്തെ കാര്യം പാടുന്ന സമയത്ത് നമ്മുടെ പിച്ച്, ഏത് പിച്ചിലാണോ ഏത് ശ്രുതിയിലാണോ നമ്മൾ കംഫർട്ടബിളായിട്ട് നമ്മൾ പാടാൻ പറ്റുന്ന ശ്രുതി ഏതാണ്, ആ ശ്രുതിയിൽ പാട്ട് മുഴുവനായിട്ട് പാടാൻ നോക്കുക. ആറാമത്തെ കാര്യം ശ്രുതിയിലേക്ക് ചേർത്ത് പാടുക എന്ന് പറഞ്ഞാൽ പല്ലവീൻ്റെ അനുപല്ലവീൻ്റെയും ഇടയിൽ വരുന്ന, ഫോർ എക്സാമ്പിൾ ഭീതമേ കഥ ചതി പൈതലും, താഴേക്ക് ഇറക്കുക, അവിടെ അങ്ങ് നിർത്താൻ പാടില്ല. ശ്രുതി എന്ന് പറയും, നമ്മൾ ശ്രുതിയിലേക്ക് ചേർത്ത് പാടുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാപ്പിളപ്പാട്ട് പാടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി മത്സരങ്ങളിലേക്ക് മാപ്പിളപ്പാട്ട് പാടാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം മത്സരത്തിന് ടൈമിങ്, അതുപോലെ നമ്മൾ സ്റ്റേജ് അപ്പിയറൻസിനും അതുപോലെ നിങ്ങൾ സ്റ്റേജ് പെർഫോമൻസിനും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിന് 20 മാർക്ക്, 100-ലാണ് മാർക്ക് വരെ 20 മാർക്കുണ്ട് നമ്മൾ മത്സരങ്ങൾക്ക് പാടുന്ന സമയത്ത്. അതുപോലെ തനതായിട്ടുള്ള വരികൾ, തനതായിട്ടുള്ള മാപ്പിളപ്പാട്ടുകൾ കൃത്യമായി എടുത്ത് പാടുന്നതിനൊരു 20 മാർക്ക് വേറെയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ശ്രുതി, താളം, ഇമ്പം, ഈണം, ഇശൽ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാപ്പിളപ്പാട്ട് പാടുന്ന സമയത്ത് ആരാണ് രചിച്ചത്, ആ കവിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏത് ഇശലിലാണ് നമ്മൾ രചിച്ചിരിക്കുന്നത് അതും നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ മാപ്പിളപ്പാട്ട് പഠിക്കുന്നതിൽ ഉണ്ട്. പിന്നെ ഞാനീ പറഞ്ഞ പോലെ എല്ലാവർക്കും പല പാട്ടും പാടുന്ന ആളുകൾക്കൊന്നും മാപ്പിളപ്പാട്ട് പാടാൻ പറ്റിക്കൊള്ളുന്നില്ല, അത് വേറൊരു ശാഖയാണ്. എന്തായാലും നമ്മൾ ചെറിയൊരു മെസ്സേജ് പാസ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളൊരു ക്ലാസ്സായിരുന്നു. നമുക്കിതിൻ്റെ വിശദമായിട്ടുള്ള ക്ലാസ്സിൽ നമുക്ക് പിന്നീട് പോകാം. എന്തായാലും മറ്റൊരു
പ്രോഗ്രാമുമായിട്ട് ഫോട്ടോ ഫോക്കസിൽ ഞാൻ വീണ്ടും എത്തും. താങ്ക് യു.